മന്ത്രിക്ക് അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് ജീവനക്കാർ അഭ്യർത്ഥിച്ചെങ്കിലും ബിന്ദു മേനോൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നുവെന്നത് വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബിന്ദു മേനോൻ മുൻ DGP R ശ്രീലേഖയുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും അവരുടെ സഹായം തേടുകയും ചെയ്തു. പോലീസിനെ വിളിക്കാനായിരുന്നു ശ്രീലേഖയുടെ നിർദ്ദേശം. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും മന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ കാര്യമായ നടപടികളിലേക്ക് നീങ്ങാൻ അവർക്ക് സാധിച്ചില്ല. ഇതോടെയാണ് താൻ നേരിട്ട ദുരനുഭവങ്ങളും ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധങ്ങളും പരസ്യമാക്കാൻ ബിന്ദു മേനോൻ തീരുമാനിച്ചത്. ഗണേഷ് കുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും താൻ നേരിട്ട് കണ്ട കാര്യങ്ങൾക്ക് തൻ്റെ പക്കൽ തെളിവുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് വലിയ വാർത്താ പ്രളയത്തിനാണ് കാരണമായത്. ഈ വിഷയത്തിൽ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയ നടത്തിയ പ്രതികരണങ്ങൾ ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ഗണേഷ് കുമാറിനെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമത മുൻപ് പിന്തുണച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ വ്യക്തിജീവിതത്തിലെ ധാർമ്മികതയുടെ കാര്യത്തിൽ ഗണേഷ് കുമാർ വലിയ പരാജയമാണെന്നും ഷാജൻ സ്കറിയ ചൂണ്ടിക്കാട്ടുന്നു. തനിക്ക് 5000-ഓളം പ്രണയമുണ്ടെന്ന് ഗണേഷ് കുമാർ പണ്ട് അവകാശപ്പെട്ടതിനെ അദ്ദേഹം പരിഹസിക്കുകയാണ്. പ്രണയം എന്നത് വിശുദ്ധമായ ഒന്നാണെന്നും എന്നാൽ ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ ഇത് കേവലം അധാർമികമായിട്ടുള്ള നടപടികൾ മാത്രമാണെന്നുമാണ് ഷാജൻ സ്കറിയ ഇവിടെ പറയുന്നത്. രാഷ്ട്രീയ ധാർമ്മികതയുടെ കാര്യത്തിൽ മന്ത്രി പുലർത്തുന്ന ഇരട്ടത്താപ്പും ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഗണേഷ് കുമാർ ഉന്നയിച്ചിരുന്നു. രാഹുലിൻ്റെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്ത മന്ത്രി ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നേരിടുകയാണ്. അവിവാഹിതനായിട്ടുള്ള ഒരാളെ വ്യക്തിപരമായി ആക്രമിച്ച ഗണേഷ് കുമാർ ഭാര്യയുള്ളപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് വലിയ ക്രൈമാണെന്നാണ് വിമർശകരുടെ പക്ഷം. മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മുൻപ് സ്വന്തം ജീവിതത്തിലെ സുതാര്യത ഉറപ്പാക്കാൻ മന്ത്രി തയ്യാറാകണമെന്ന ആവശ്യം ഇവിടെ ശക്തമാണ്. ഗണേഷ് കുമാറിൻ്റെ മുൻകാല വൈവാഹിക ജീവിതവും ഈ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി ഉന്നയിച്ച ഗാർഹിക പീഡന പരാതികളും സമാനമായ പരസ്ത്രീ ബന്ധ ആരോപണങ്ങളുമൊക്കെ തന്നെ രാഷ്ട്രീയ കേരളം മറന്നിട്ടില്ല. 2013 ആ ബന്ധം തകരാൻ കാരണമായതും ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളായിരുന്നു. അന്ന് യാമിനി തങ്കച്ചി നേരിട്ട അതേ അവസ്ഥയിലൂടെയാണ് ബിന്ദു മേനോനും ഇപ്പോൾ കടന്നു പോകുന്നത് എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. വിവാഹമോചിതയായിട്ടുള്ള ബിന്ദു മേനോനെ വിവാഹം കഴിച്ച ശേഷവും തൻ്റെ ശൈലിയിൽ മാറ്റം വരുത്താൻ മന്ത്രി തയ്യാറായിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ മനോഭാവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്നും പലരും ആരോപിക്കുന്നു. ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള സൈബർ യുദ്ധത്തിന് കാരണമായിട്ടുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പുലർത്തേണ്ട അന്തസ്സും ആഭിജാത്യവും ഗണേഷ് കുമാർ കാറ്റിൽ പറത്തിയെന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇപ്പോൾ അഭിപ്രായപ്പെടുകയാണ്. കാരണം ഭരണപരമായിട്ടുള്ള മികവ് ഉണ്ടെങ്കിൽ പോലും വ്യക്തിപരമായ പാളിച്ചകൾ ജനപ്രതിനിധികൾക്ക് ഭൂഷണമല്ല. ഗണേഷ് കുമാറിൻ്റെ ഈ പെരുമാറ്റം രാഷ്ട്രീയ രംഗത്തെ കുടുംബ മൂല്യങ്ങൾക്ക് എതിരെയുള്ള വെല്ലുവിളിയാണെന്നും ഇത് കേവലം സ്വകാര്യ വിഷയമായി തള്ളിക്കളയാനാവില്ലെന്നും പൊതുജനങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളും രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ത്രീ വിഷയങ്ങളിൽ തുടർച്ചയായിട്ട് വിവാദങ്ങളിൽ അകപ്പെടുന്നത് ഒരു മന്ത്രിക്ക് യോജിച്ചതല്ലെന്നാണ് പൊതുവായ വിലയിരുത്തൽ. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള യുവ നേതാക്കളെ അനാവശ്യമായി ആക്ഷേപിച്ചതിന് കാലം കരുതി വെച്ച ശിക്ഷയാണിതെന്നും പരിഹസിക്കുന്നവരും കുറവല്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിവാദം അത് കൂടുതൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നത്തിലാകുമെന്നാണ് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതുന്നത്.